ഈ കുരുമുളകിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് അഫ്ഗാനിയൻ എന്ന് പറഞ്ഞ റഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള ഒരു രാജ്യമുണ്ട്. ഒരു ഓട്ടോണമസ് കൺട്രിയാണ് അഫ്ഗാനിയ. ഏകദേശം ടർക്കിക്കും റഷ്യയ്ക്കും ഇടയിലായിട്ട് വരും. ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ ആ ഏരിയയിലായിട്ട് വരും ഈ ഖാനി. അവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, എപ്പോഴും തണുത്തൊരു രാജ്യമാണ്. ആ ഒരു ഇട്ടാവട്ടം പോലെയുള്ള രാജ്യത്തുള്ളവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവരായിട്ട് കണ്ടിട്ടുള്ളത്. 145 വയസ്സുള്ള അനേകം ആൾക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിലൊരു പരീക്ഷണം റഷ്യക്കാർ നടത്തിയപ്പോഴാണ്, പരീക്ഷണമല്ല, അതിനൊരു സർവേ നടത്തി. അവരുടെ ആഹാരക്രമത്തെക്കുറിച്ചൊരു സർവേ നടത്തിയപ്പോഴാണ് മനസ്സിലായത് അവർ ദിവസവും 3 നേരത്തെ ആഹാരത്തിലും കുരുമുളക് ചേർത്ത് കഴിക്കും. അവർക്ക് മറ്റ് കാര്യമായ രോഗങ്ങളൊന്നുമില്ല. കുരുമുളകിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അവർ കുരുമുളകില്ലാതെ ആഹാരം കഴിക്കുകയില്ല. രണ്ടാമതായി അവർ ദിവസം 10, 20, 15, 20 കിലോമീറ്റർ നടക്കും, വ്യായാമം ചെയ്യും. 2 നേരത്തെ ഭക്ഷണം, മിതമായ ഭക്ഷണം മാത്രമേ അവർ കഴിക്കൂ. നല്ല ശാരീരിക അധ്വാനമുള്ളവരാണ്. അതിന് വിഭിന്ന ഘടകങ്ങളുണ്ട്. എന്നാൽ തന്നെയും അതിനെക്കുറിച്ച് നമുക്കിവിടെ ഒരുപാട് പറയാനുണ്ടാവുന്നത്, അത് ചുരുക്കി പറയുകയാണ്. എന്നാൽ തന്നെയും അവരുടെ നിത്യാഹാരത്തിൽ കുരുമുളകിൻ്റെ ഉപയോഗം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവരെ സമീപിക്കുന്നവരെയൊക്കെ അവർ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഡോക്ടർ ദീപക് ചോപ്ര പോലെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം ഒരു അമേരിക്കൻ ഭിഷഗ്വരൻ പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കിയ കാര്യം കൂടെയാണ് ഈ എഴുതിയിരിക്കുന്നത്, ഇവിടെ ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത ഉള്ളത്, ഒരു മിതമായ ഉപയോഗത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സലേറ്റ് കുറയ്ക്കും. പക്ഷേ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്സലേറ്റ് കൂടുകയും ചെയ്യും. അങ്ങനെ ഒരു വൈവിധ്യം ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുട്ട കഴിക്കുമ്പോഴെല്ലാം കുരുമുളക് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പണ്ടേ ഉള്ള ഒരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ കശുവണ്ടി റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുരുമുളക് ഉപ്പും ഇടും. അപ്പോൾ ഈ ഓക്സലേറ്റ് കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫോഗി ബ്രെയിൻ ആയിരിക്കും. അതായത് ഒരു മന്ദതയായിരിക്കും തലച്ചോറിന്, ഫോഗി ബ്രെയിൻ. അപ്പോൾ ആ ഫോഗി ബ്രെയിൻ ഉള്ളവർ ഒരിക്കലും ഓക്സലേറ്റ് കൂടുന്ന ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഓക്സലേറ്റ് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ കിട്ടും. ഓക്സലേറ്റ്സ് ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫുഡെല്ലാം ഹൈ ഓക്സലേറ്റ് ഫുഡ്സാണ്. അപ്പോൾ ഇത് നമുക്ക് കുരുമുളക് നമുക്ക് ഒരു 5 എണ്ണം വീതം ദിവസവും ആഹാരത്തിൽ നമുക്കിവിടെ സുലഭമായി കിട്ടുന്നതാണ്. ആരും ഉപയോഗിക്കാറില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ആളോഹരി ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ഇവിടെ കുരുമുളകാണ്. അതിന് പകരം വറ്റൽമുളക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും വയറിന് കുഴപ്പവും അൾസറും ഉണ്ടാകുന്നത് അത് തന്നെയാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് മിതമായ അളവിൽ 4-5 കുരുമുളക് ദിവസവും നമുക്ക് കറികളിൽ ചേർത്ത് കഴിക്കാം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ദിവസവും അത് ഉപയോഗിക്കുകയും വേണം. അതുകൊണ്ട് നമുക്ക് സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ ഇത് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് കടകവിരുദ്ധമായ ആഹാരം കഴിച്ചിട്ട് സ്ട്രോക്കൊന്നും വരാതിരിക്കില്ല. പക്ഷേ ഒരു ഫാറ്റ് ഫ്രീ ഡയറ്റും ഒക്കെ കഴിച്ച് അതിനകത്ത് കുരുമുളകും ഒക്കെ ചേർത്ത് മിതാഹാരവും സമയനിഷ്ഠിതമായ ആഹാരവും ഒക്കെ കഴിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ സ്ട്രോക്കും ഹൃദ്രോഗങ്ങളും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. അത്ര നല്ല ഒരു ആഹാരവും ഒരു ഔഷധവുമാണ് പെപ്പർ അഥവാ കുരുമുളക്. ഇതെല്ലാവരുടെയും അറിയിപ്പിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.